നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കിലോ കൂന്തൽ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ. ഇത് വരട്ടാനാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം വരാം. കൂന്തലെല്ലാം നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്ത് ഇത് നമുക്ക് ഇറച്ചിയേക്കാൾ വേവുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കുക്കറിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവുള്ളത് കൊണ്ടാണ്, കൂന്തൽ നല്ല വേവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ആദ്യം വേവിച്ചെടുക്കുന്നത്. കൂന്തൽ നന്നായിട്ട് വെന്ത് വരുന്ന നേരത്ത് നമുക്ക് അതിന് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരട്ടെ. മീഡിയം സൈസ് 4 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10-15 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്, 2 പച്ചമുളക്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. നമ്മൾ ചതച്ചല്ല എടുത്ത നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി, മൊരിയണ്ട, കളറ് മാറുമൊന്നും വേണ്ട. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കണവയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ച് വാട്ടിയെടുക്കാം. നന്നായിട്ട് വെന്ത് വരണം സവാള. അപ്പം നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് വാടിക്കോട്ടെ. അപ്പോൾ 10-12 വിസിൽ വന്ന് നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി വേകാനുണ്ടെങ്കിൽ നമ്മുടെ വറയിൽ കിടന്ന് നന്നായിട്ട് നമുക്ക് ഗ്രേവിയുടെ കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കണവ മറ്റ് മീനെ കണക്കല്ല, നല്ല വേവുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത്. നന്നായിട്ട് വേകാതെ കഴിച്ചതിനകത്ത് ദഹനക്കേടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നാം പ്രത്യേകം ഇത് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളകും എരിവില്ലാത്തതും കൂടെ കൂട്ടി പൊടിച്ചാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 സ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
ഇതിൻ്റെ എല്ലാം പച്ചക്കുത്ത് മാറി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം മുളകും മല്ലിയും മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. എണ്ണയുടെ ഒരു പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് സവാള നന്നായിട്ട് വെന്തലന്ന് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ കണവയെല്ലാം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ചുരുങ്ങിപ്പോയി, കണ്ടില്ലേ? നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേകാനുണ്ട്. ഇതിൽ കിടന്ന് നന്നായിട്ട് വേകും. നന്നായിട്ട് വെന്ത് വറ്റി വരണം. വറ്റി കുറുകി നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. ഈ സമയത്ത് നമുക്ക് വേണ്ട ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. കണവ വെന്ത് വരുന്തോറും ചുരുങ്ങി ചുരുങ്ങി വരും. ഒന്നുകൂടി തുറന്ന് നോക്കാം. കറിയെല്ലാം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കുറുകി വന്നപ്പോൾ കുറച്ചായി, കണ്ടില്ലേ? ഒരു 10-20 മിനിറ്റോളം നമ്മളിപ്പോൾ ഇത് മൂടി വെച്ച് വേവിച്ച്. അപ്പോൾ കണവയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കത് ഓഫാക്കാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ വറ്റട്ടെ. അപ്പം നമുക്ക് നല്ല റോസ്റ്റായിട്ട് കിട്ടും. ഒത്തിരി അങ്ങ് കണവ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് റോസ്റ്റാക്കി കളയുകയും ചെയ്യരുത്. അപ്പം ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞ് വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഈ സമയത്ത് നമുക്ക് വേണ്ട ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ലേശം ഉപ്പ് കൂടെ വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്ത് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വറ്റിക്കോട്ടെ. നമുക്കൊന്നുകൂടെ തുറന്നു നോക്കാം. കണ്ടില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നോക്കിയേ. നന്നായിട്ട് കുറുകി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണം നമുക്ക്. എന്നാലേ അത് കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. രണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്ത് നമുക്ക് ഇളക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. നല്ല കിടിലൻ കണവ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.